Prometric exam വീട്ടിലിരുന്ന് പഠിക്കാം. ഇന്റർനാഷണൽ ലൈസൻസിംഗ് എക്സാമായ പ്രോമെട്രിക് ഹാദ് DHA NCLEX RN എന്നീ എക്സാമുകൾ വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യാം. ഈ എക്സാമിന് സാധാരണയായി വരുന്ന ഒരു ടോപ്പിക്കാണ് COPD. എന്താണ് COPD? It is chronic obstructive pulmonary disease characterized by chronic bronchitis and emphysema. ക്രോണിക് ആയിട്ടുള്ള റെസ്പിറേറ്ററി ട്രാക്കിന് ഓർ പൾമണറി ട്രാക്കിന് ഉണ്ടാവുന്ന ഒബ്സ്ട്രക്ഷൻ ആണ് COPD. വാട്ട് ആർ ദ കോസസ് ഫോർ ഡെവലപ്പിംഗ് ദിസ്? ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന കോസാണ് ക്രോണിക് സ്മോക്കിംഗ്, ഏജിംഗ്, കണ്ടിന്യൂസ് എക്സ്പോഷർ ടു ഇറിറ്റൻസ്, untreated upper respiratory tract infection and immobility. These are the causes for developing COPD. ഇനി എങ്ങനെയാണ് ഈ പറഞ്ഞ കോസസ് COPDയിലേക്ക് എത്തുന്നത്? ഓർ എങ്ങനെയാണ് ഈ പറഞ്ഞ കോസസ് റെസ്പിറേറ്ററി ട്രാക്കിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യിക്കുന്നത്? ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ട്രാക്കിനുണ്ടാവുന്ന ഒരു അബ്നോർമൽ അവസ്ഥയാണ്. സോ ബിഫോർ സ്റ്റഡിയിങ് അബ്നോർമൽ തിങ് വി നീഡ് ടു ലേൺ ദ നോർമൽ തിങ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ റെസ്പിറേറ്ററി ട്രാക്ക് സ്റ്റാർട്ടിങ് ഫ്രം nose, pharynx, larynx, trachea, right and left bronchi, bronchioles and alveoli. There are two lungs, right and left. Each lungs are covered with a membrane and diaphragm. This is a thick dome-shaped muscular organ which separates abdominal organ from the thoracic organ, and it also helping for respiration. What is the normal physiology of this particular respiratory tract? It is helping for respiration and it helps to prevent infections. Moreover, the respiratory tract is helping for filtrating the blood. COPD എന്ന് പറയുന്ന കണ്ടീഷൻ ഈ റെസ്പിറേറ്ററി ട്രാക്കിനുണ്ടാവുന്ന ഒബ്സ്ട്രക്ഷൻ ആണ്. എങ്ങനെയാണ് COPDയിൽ ഒബ്സ്ട്രക്ഷൻസ് വരുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യാം. റെസ്പിറേറ്ററി ട്രാക്കിലെ എയർ അകത്തേക്ക് കയറുമ്പോൾ എയർ ഇസ് കൺസിഡർഡ് എസ് എ നോർമൽ കോമ്പോണൻറ്റ് ഓഫ് ലങ്സ്. എയർ ആണ് നോർമൽ ആയിട്ടുള്ള കോമ്പോണൻറ്റ്. ഇൻസ്റ്റെഡ് ഓഫ് എയർ വേറെ എന്തെങ്കിലും പൊല്യൂട്ടൻസോ സ്മോക്കോ എനി ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസോ ഫുഡ് പാർട്ടിക്കിളോ എന്തെങ്കിലും ഫോറിൻ ബോഡി റെസ്പിറേറ്ററി ട്രാക്കിലേക്ക് കയറിയാൽ റെസ്പിറേറ്ററി ട്രാക്ക് ഇതിനെ രണ്ട് രീതിയിൽ ഡിഫെൻഡ് ചെയ്യും. ഒന്നുകൂടെ പറയാം. റെസ്പിറേറ്ററി ട്രാക്കിലേക്ക് അതർ ദാൻ ദ നോർമൽ കോമ്പോണൻറ്റ് ഫോറിൻ ബോഡീസ് എൻറ്റർ ആയി കഴിയുമ്പം റെസ്പിറേറ്ററി ട്രാക്ക് രണ്ട് രീതിയിൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യും. ഒന്ന്, ബൈ പ്രൊഡ്യൂസിങ് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ആ ഫോറിൻ ബോഡിയെ വാഷ് ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ട്, കരീന. ദിസ് ഇസ് ദ പോർഷൻ കോൾഡ് as കരീന. ഈ കരീന കഫിങ് ആൻഡ് സ്നീസിങ് ഡിഫെൻസ് വഴി ഈ അകത്തേക്ക് കയറിയ ഫോറിൻ ബോഡിയെ എക്സ്പെൽ ചെയ്ത് പുറത്തേക്ക് കളയും. ഇതാണ് രണ്ട് ഡിഫെൻസ്. ഓക്കെ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഇൻ കേസ് ഓഫ് COPD ഉള്ള പേഷ്യൻസിന് സ്മോക്കിംഗ് ഒരു കോമൺ കോസാണ്. സോ ഈ കോമൺ കോസ് ആയിട്ടുള്ള സ്മോക്കിങ്ങിൽ വാട്ട് ഹാപ്പൻസ്, കണ്ടിന്യൂസ് ക്രോണിക് സ്മോക്കിങ്ങിൽ നമ്മളുടെ ഈ റെസ്പിറേറ്ററി ട്രാക്കിനകത്തുള്ള സീലിയാസ്, ചെറിയ ഹെയർ ലൈക്ക് ഫോളിക്കിൾസ് ആണ് സീലിയ. ഈ സീലിയാസ് ഗെറ്റ് സ്റ്റക്ഡ് ഓവർ ദ റെസ്പിറേറ്ററി ട്രാക്ക്. ക്രോണിക് സ്മോക്കിങ്ങിൽ സീലിയാസ് ഗെറ്റ് ഡാമേജ്ഡ്. സീലിയ ഡാമേജ്ഡ് ആകുമ്പം അല്ലെങ്കിൽ സീലിയ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? റെസ്പിറേറ്ററി ട്രാക്കിലെ സെക്രീഷൻസിനെ പ്രൊപ്പൽ ചെയ്ത് പുറത്തേക്ക് കളയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കോമ്പോണൻ്റ് ആണ് സീലിയ. അപ്പോൾ ക്രോണിക് സ്മോക്കിങ്ങിൽ വാട്ട് ഹാപ്പൻസ്, സീലിയ സ്റ്റക്ഡ് ആവും ഓർ സീലിയ ഡാമേജ്ഡ് ആവും. ആസ് എ റിസൾട്ട് ഈ റെസ്പിറേറ്ററി ട്രാക്കിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എൻറ്റയർ സെക്രീഷൻസും ഓട്ടോമാറ്റിക്കലി താഴോട്ട് മൂവ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഇത് താഴോട്ട് മൂവ് ചെയ്യുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദ എർത്ത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ ദ മാസ് ഓഫ് അല്ലെങ്കിൽ വെയിറ്റ് ഉള്ള എല്ലാ കോമ്പണൻറ്റ് ഇൻക്ലൂഡിങ് വാട്ടർ വിൽ ബി അട്രാക്റ്റഡ് ടുവേർഡ്സ് എ ഗ്രാവിറ്റേഷണൽ പോൾ. അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസ് ഗ്രാവിറ്റേഷണൽ പുൾ വഴി താഴോട്ട് മൂവ് ചെയ്യും. ദാറ്റ് മീൻസ് ഇറ്റ് ട്രൈ ടു മൂവ് ടുവേർഡ്സ് ബോത്ത് ലങ്സ്. ഇങ്ങനെയാണ് സെക്രീഷൻസ് ആൽവിയോളയിൽ അക്യുമുലേറ്റ് ചെയ്ത് ന്യൂമോണിയ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകുന്നത്. ബട്ട്
ഒരു നോർമൽ ഇമ്മ്യൂൺഡ് ആയിട്ടുള്ള ഒരു ഹെൽത്തിയർ ബോഡിയിൽ സീലിയ ഇൻടാക്റ്റ് ആയിരിക്കും. സോ സീലിയ എന്ത് ചെയ്യും? നമ്മളുടെ റെസ്പിറേറ്ററി ട്രാക്കിനകത്ത് കയറുന്ന സെക്രീഷൻസിനെ പ്രൊപ്പൽ ചെയ്ത് പുറത്തേക്ക് കളയാനായിട്ട് സീലിയ ഹെൽപ്പ് ചെയ്യും. ഓക്കെ ഓക്കെ അപ്പോൾ ഇനി COPD-യിൽ സ്മോക്കിംഗ് എങ്ങനെയാണ് COPD-യിലേക്ക് എത്തുന്നതെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഈ പ്രൊഡ്യൂസ് ചെയ്ത സെക്രീഷൻസ് ഓട്ടോമാറ്റിക്കലി ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുകയും എന്നിട്ട് ഇത് ഈ ഓരോ ആൽവിയോളയിലും അക്യുമുലേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ആൽവിയോളേസ് ഗെറ്റ് റപ്ചർ ആൻഡ് അതിന് പെർമനൻ്റ് ആയിട്ട് ഒരു ഓവർ ഡയലറ്റേഷൻ ഉണ്ടാവും. പ്ലസ് എക്സ്ട്രാ സെക്രീഷൻസ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് ഈ റെസ്പിറേറ്ററി ട്രാക്ക് തിക്കുണ്ടാവും. അങ്ങനെ തിക്കൻഡ് റെസ്പിറേറ്ററി ട്രാക്കും പ്ലസ് ആൽവിയോളെ പെർമനൻ്റ്ലി ഓവർ ഡയലേറ്റഡും ആകുമ്പോൾ ഓവർ ഡയലിറ്റേഷൻ ഓഫ് ആൽവിയോളേസ് ആർ കോൾഡ് ആസ് എംഫൈസീമ ആൻഡ് തിക്കൻഡ് റെസ്പിറേറ്ററി ട്രാക്ക് ഒബ്സ്ട്രക്ഷൻസിലേക്ക് ലീഡ് ചെയ്യും. ആസ് എ റിസൾട്ട് വാട്ട് ഹാപ്പൻസ്, ഇവിടുത്തെ ഒബ്സ്ട്രക്ഷൻ വഴിയായിട്ട് എയർ എൻട്രി ടുവേർഡ്സ് ദ ലങ്സ് ഡിമിനിഷ് ആവുന്നു. പ്ലസ് ആസ് എ റിസൾട്ട് ഓഫ് പെർമനൻ്റ് ഓവർ ഡയലിറ്റേഷൻ ഓഫ് ആൽവിയോളയുടെ അകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡിന് എക്സെയിൽ ഔട്ട് ചെയ്യാൻ ഓർ പുറത്തേക്ക് പോകാനുള്ള കഴിവ് നഷ്ടപ്പെടും. സോ വാട്ട് ഹാപ്പൻസ്, കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളയിൽ അക്യുമുലേറ്റ് ചെയ്യപ്പെടുകയും പ്ലസ് ബിക്കോസ് ഓഫ് ഒബ്സ്ട്രക്ഷൻ ഓക്സിജനേഷൻ ടുവേർഡ്സ് ദ ലങ്സ് കുറയുകയും ചെയ്യുന്നു. സോ ഇറ്റ് കോസസ് ഹൈപ്പോക്സിയ ആസ് വെൽ ആസ് ഹൈപ്പർ കാപ്നിയ. ഹൈപ്പർ കാപ്നിയ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അക്യുമുലേറ്റഡ് ആവുന്ന അവസ്ഥയാണ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്താൽ വാട്ട് ഹാപ്പൻസ്? കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്യുമ്പം ഇറ്റ് കോസസ് റെസ്പിറേറ്ററി അസിഡോസിസ്. ഓക്സിജനേഷൻ ഒരു ഹ്യൂമൻ ബോഡിയിൽ കുറഞ്ഞു കഴിയുമ്പം ഹ്യൂമൻ ബോഡിയിൽ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യും. അതാണ് ഹൈപ്പോക്സിയയുടെ സിംറ്റംസ് ആയിട്ടുള്ള ബ്രീതിങ് ഡിഫിക്കൽറ്റി. ഇനി കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് എക്സ്പെൽ ഔട്ട് ചെയ്യാനായിട്ട് ബോഡി ട്രൈ ചെയ്യും ബൈ പ്രൊലോങ്ങിങ് ദ എക്സ്പിറേറ്ററി ഫേസ്. സാച്ചുറേഷൻ നമ്മൾ ചെക്ക് ചെയ്താൽ സാച്ചുറേഷൻ കുറവായിരിക്കും. പേഷ്യൻറ്റിന് സിവിയർ ആയിട്ടുള്ള ബ്രീതിങ് ഡിഫിക്കൽറ്റി കാണാം. ബ്രീതിങ് ഡിഫിക്കൽറ്റിയുടെ ഫലമായിട്ട് നേസൽ ഫ്ലെയറിംഗ് ഉണ്ടാവും. പേഷ്യൻ്റ് കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഇറിറ്റബിൾ ആയിരിക്കും, ബിക്കോസ് അഡിക്വേറ്റ് ആയിട്ടുള്ള ഓക്സിജനേഷൻ ടുവേർഡ്സ് ദ ബ്രെയിൻ റെഡ്യൂസ്ഡ് ആവുന്നതുകൊണ്ട്. ദീസ് ആർ ദ കോമൺ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് COPD. ഇനി നമുക്ക് നോക്കാം എങ്ങനെ COPDയെ മാനേജ് ചെയ്യാം. ഏത് റെസ്പിറേറ്ററി ഡിസീസ് വന്നാലും, അത് COPD ആവട്ടെ, എംഫൈസീമ ആവട്ടെ, വേറെ ഇനി അതർ റെസ്പിറേറ്ററി ഡിസീസ് ഏത് വന്നാലും നിങ്ങൾ കോമൺ ആയിട്ട് മാനേജ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് ഉണ്ട്. എളുപ്പ വഴിയിൽ പഠിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. ഏറ്റവും ആദ്യത്തെ മാനേജ്മെൻറ്റാണ് നിങ്ങൾ പൊസിഷൻ കൊടുക്കണം. പൊസിഷൻ കൊടുക്കുമ്പം എയർവേ ഓപ്പൺഡ് ആവും. സോ ഓക്സിജനേഷൻ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പൊസിഷൻസ് കൊടുക്കുക. സോ ഓൾവേസ് പ്രിഫർ സെമി ഫുള്ളേഴ്സ് ഓർ ഫൗളേഴ്സ് പൊസിഷൻ, or you can select orthopnic position. Second, you should confirm that the oxygen supply is adequate. Adequate ആയിട്ടുള്ള oxygen supply കൊടുക്കുക. And the third thing is medications can be started. Medications usually the patient requires bronchodilators for dilating the respiratory tract and steroids to reduce inflammation and antibiotic to treat infections. So these are the main 3 components of management. നാലാമത്തെ കാര്യം, ഇപ്പോൾ റെസ്പിറേറ്ററി ട്രാക്കിനകത്ത് ഒത്തിരിയധികം സെക്രീഷൻസ് അക്യുമുലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സെക്രീഷൻസിനെ പുറത്തേക്ക് കൊണ്ടുവരിക, എന്നാലേ റെസ്പിറേറ്ററി ട്രാക്ക് ക്ലീൻ ആവുള്ളൂ. സോ വാട്ട് വി നീഡ് ടു ഡു ഇസ് ക്ലീൻ ദ റെസ്പിറേറ്ററി ട്രാക്ക്. ഇറ്റ് ഈസ് കോൾഡ് ആസ് പൾമണറി ടോയ്ലറ്റിംഗ്. സോ പൾമണറി ട്രാക്കിനെ നമുക്ക് ക്ലീൻ ആക്കി കീപ്പ് ചെയ്യാം. എങ്ങനെയാണ് പൾമണറി ട്രാക്കിനെ ക്ലീൻ ആക്കുന്നത്? ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. സെക്കൻഡ്, നെബുലൈസേഷൻസ് ക്യാൻ ബി ഗിവൺ. ആൻഡ് ടു തിൻ ദ സെക്രീഷൻസ് ഓർ ടു മൊബിലൈസ് ദ സെക്രീഷൻസ് യു ക്യാൻ ഗീവ് ചെസ്റ്റ് ഫിസിയോതെറാപ്പി ആൻഡ് ഫെസിലിറ്റേറ്റ് ഡീപ് ബ്രീതിങ് ആൻഡ് കോഫിംഗ് എക്സസൈസ്. ആൻഡ് ദ ലാസ്റ്റ്, പോസ്റ്ററൽ ഡ്രെയിനേജ് ക്യാൻ ഓൾസോ ബി ഫെസിലിറ്റേറ്റഡ്. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ സ്റ്റാർട്ട് ടു ഇംപ്രൂവ്. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, COPD എന്ന് പറയുന്നത്
സഡൻ റെസ്പിറേറ്ററി അറസ്റ്റിലേക്ക് ലീഡ് ആകാം ചാൻസ് ഉള്ളൊരു കണ്ടീഷനാണ്. സോ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഓക്സിജൻ അഡ്മിനിസ്ട്രേഷനിൽ മാക്സിമം 2 liters ഓഫ് ഓക്സിജൻ മാത്രമേ കൊടുക്കാവുള്ളൂ. യു കൻ നോട്ട് ഹൈപ്പർ വെന്റിലേറ്റ് ദ പേഷ്യൻറ്റ്. ഇഫ് യു ഹൈപ്പർ വെന്റിലേറ്റ് ദ ക്ലയൻറ്റ്, the patient could end up with a complications or respiratory arrest. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഷെയർ ചെയ്യുക. ഇനിയുള്ള വീഡിയോസ് കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ. താങ്ക് യു.